സുചേട്ടാ നമസ്കാരം. നമസ്കാരം. വഖഫ് ബില്ല് പാസ്സായി. വികാരങ്ങളെ സ്വാധീനിക്കാനും ആ വികാരങ്ങളെ ധ്രുവീകരിക്കാനും കഴിവുള്ള ഒരു ബില്ലാണ് ഈ വഖഫ് ബില്ല് എന്നാണ് നിരീക്ഷകർ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ഏത് വികാരങ്ങളെയാണ് ഇത് സ്വാധീനിക്കുന്നത്, ഏത് വികാരങ്ങളെയാണ് ഇത് ധ്രുവീകരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ബി ജെ പിക്ക് ഇനി വരാനിരിക്കുന്നത് ഒരു അഗ്നി പരീക്ഷയാണ്. ഇപ്പോ ബി ജെ പി വഖഫ് ബില്ല് പാസ്സാക്കിയെടുത്തു. ഇനി രാജ്യത്തെ മുസ്ലിങ്ങൾ ഇതിൽ ബി ജെ പിയുടെ കൂടെ ഉണ്ടോ എന്നറിയണമല്ലോ. അങ്ങനെ ഉണ്ടോ എന്നറിയാനായിട്ട് ഒരു അഗ്നിശുദ്ധി വരുത്തേണ്ട ആവശ്യം ബി ജെ പിക്ക് ഉണ്ട്. ആ അഗ്നിശുദ്ധി ഇനി അടുത്ത് വരുന്ന 2 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലൂടെ നമുക്കറിയാം എന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാൻ പോകുന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പാണ്. 243 സീറ്റുണ്ട്. ഈ 243 സീറ്റുള്ള ബീഹാറിൽ 50-ലധികം സീറ്റുകൾ മുസ്ലിം ഭൂരിപക്ഷ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വോട്ട് നിർണായകമാകുന്ന സീറ്റുകളാണ്. ആ സീറ്റുകളിലെല്ലാം തന്നെ JDU-വിന് കൃത്യമായിട്ടുള്ള ഹോൾഡ് ഉണ്ട്. ബി ജെ പിക്ക് ഇല്ലെങ്കിലും പ്രതിപക്ഷ പാർട്ടികളോട് കൂടെ ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ ഉറപ്പാക്കാൻ JDU-വിന് സാധിച്ചിട്ടുണ്ട്. അതേ JDU ഇവിടെ വഖഫ് ബില്ലിനെ പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ മുസ്ലിങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിന്റെ ഒരു വിലയിരുത്തലായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് പല മാധ്യമങ്ങളും പടച്ചുവിടുന്നത്. ഇപ്പോൾ ബീഹാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ബീഹാറിൽ 29,000-ലധികം ബികളുടെ ഉടമസ്ഥാവകാശം വഖഫിനുണ്ട്. അതിൽ 50% കൈയടക്കപ്പെട്ടിരിക്കുന്നു. മുസ്ലിം ജനസംഖ്യ ഏകദേശം 18% ബീഹാറിലുള്ളത്. വളരെ വൈകാരികമായിട്ടുള്ള ഒരു വിഷയമാണ് ഇത് എന്നും അറിയാനായിട്ട് സാധിക്കുന്നു. അപ്പോ ഉത്തർപ്രദേശിലേക്ക് ഇനി വരികയാണെങ്കിൽ അത് നമുക്ക് സെക്കൻഡറി ആയിട്ട് എടുക്കാം. എങ്കിലും ചോദിക്കുകയാണ്, ഉത്തർപ്രദേശിൽ വരികയാണെങ്കിൽ 19 മുതൽ 23% വരെ അവിടെ മുസ്ലിം ജനസംഖ്യ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. അങ്ങനെ കണക്കാക്കപ്പെടുമ്പോൾ തന്നെ അവിടെയും വലിയ ഒരു മാർജിനിൽ മുസ്ലിങ്ങൾക്ക് പല മണ്ഡലങ്ങളിലും ഇത് സ്റ്റേക്ക് ഹോൾഡ് ഉണ്ട്. ആ ഒരു ഹോൾഡ് നമുക്കറിയാം. യോഗി ആദിത്യനാഥ് സർക്കാർ വന്ന ശേഷം ഇപ്പൊ മിൽക്കിപൂരിൽ വരെ ബി ജെ പി ജയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അയോധ്യയിലെ മിൽക്കിപൂർ, അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണ്. അവിടെ ബി ജെ പി ഒരു കാലത്തും ജയിക്കില്ല എന്ന് പറഞ്ഞിരുന്ന സ്ഥലമാണ്. അവിടെ വരെ ജയിച്ചൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ വഖഫ് ബില്ല് വന്ന ശേഷം ഇതിലെല്ലാത്തിലും വലിയ രീതിയിലുള്ള ഒരു ഇടിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുസ്ലിമുകൾ ബി ജെ പിയിൽ നിന്ന് അകലാനുള്ള സാധ്യതയുണ്ട്. ബീഹാറും ഉത്തർപ്രദേശും വഖഫ് കാരണം ബി ജെ പിയുടെ കയ്യിൽ നിന്ന് നഷ്ടമാകാൻ പോകുന്നു എന്നൊരു സംസാരം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. സത്യമാണ്. ഇത് ഈ വഖഫ് ബില്ല് 2019 രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് നമ്മളാരും കേട്ടിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും വഖഫ് ബില്ലിനെ കുറിച്ച് ബി ജെ പിക്കാർ എന്തെങ്കിലും കേട്ടിട്ടില്ല. എവിടെങ്കിലും നമുക്ക് ഈ വഖഫ് ബില്ല് ഭേദഗതിയെ കുറിച്ച് ബി ജെ പിക്കാർ അങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുന്നത് കേട്ടില്ല. അവർ മറ്റു പലതിനെ കുറിച്ച് പ്രസംഗിക്കാറുണ്ട്. ഏക സിവിൽ കോഡിനെ കുറിച്ച്, ആർട്ടിക്കിൾ 370 കുറിച്ച്, പാക് അധിനിവേശ കാശ്മീർ പിടിക്കുന്നതിനെ കുറിച്ച് വരെ അവർ സംസാരിക്കാറുണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ഒന്നാണ് ഈ വഖഫ് ഭേദഗതി ബില്ല്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബി ജെ പി അവരുടെ ഒരു ബില്ലും മറ്റു കാര്യങ്ങളും കൊണ്ടുവരുന്നതിന് മുമ്പ് അടിത്തട്ട്, പ്രത്യേകിച്ച് അവർക്ക് അതിനുള്ള സംഘടനാ സംവിധാനമുണ്ട്. ബി ജെ പിക്ക് ഉണ്ട്, ഒപ്പം തന്നെ RSSനും വളരെ സംഘടനാ സംവിധാനം ശക്തമാണ്. അതിന് കൃത്യമായി തന്നെ പഠിച്ച് ഒരു റിപ്പോർട്ട് നൽകും. ഇത് ഏതൊക്കെ മേഖലയിൽ ഇമ്പാക്ട് ഉണ്ടാക്കും, ഏതൊക്കെ മേഖലയിൽ അത് ബുദ്ധിമുട്ടിക്കും എന്നുള്ളത്. ഈ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ബി ജെ പി ഇതിനൊരു സൂചന നൽകി. ആ സൂചന എന്ന് പറഞ്ഞാൽ അവർ ഭരിക്കുന്ന നമ്മുടെ സംസ്ഥാനങ്ങളിലൂടെ ഈ വഖഫ് ബോർഡിനെതിരെ ചില നീക്കങ്ങൾ അവർ നടത്തിയത്. പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും അടക്കം അനധികൃതമായി വഖഫ് ബോർഡ് കൈവശപ്പെടുത്തിയിരിക്കുന്നിടത്തു നിന്നൊക്കെ ഉള്ള മസറുകളും മറ്റുമൊക്കെ നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമം അവർ നടത്തി. ടെസ്റ്റ് ഡോസാണ്. ഇത് ഏത് രീതിയിലായിരിക്കും ഇതിന്റെ റിയാക്ഷൻ വരുന്നത് എന്നുള്ളതായിരുന്നു. അത് മാത്രവുമല്ല, ഈ ഇതിനകത്തെ ഇരകൾ എന്ന് പറയുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രമുണ്ട്. ഇതിനകത്തെ ഇരകൾ മുസ്ലിങ്ങളുമുണ്ട്, ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങൾ. വഖഫ് ബോർഡിന്റെ എതിരെ കേസ് കൊടുത്തിരിക്കുന്നത് തന്നെ 9,946 പേര് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വരുന്നവരാണ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു മുസ്ലിം മതവിശ്വാസി തന്റെ സ്ഥലം ഈ വഖഫിന് കൊടുക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിനും മതപരമായ പ്രവർത്തനത്തിനും മാത്രമേ ഈ സ്ഥലം ഉപയോഗിക്കാവൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് ഈ വഖഫ് ബോർഡുകൾ ഈ സ്ഥലം മറിച്ച് വിറ്റ് ഹോട്ടലുകൾക്കും റിസോർട്ടുകൾക്കും ഒക്കെ ഈ സ്ഥലം മറിച്ച് വിൽക്കുന്നു വരുമ്പോൾ സ്വാഭാവികമായി സ്ഥലം കൊടുത്തവന് അത് തിരിച്ചെടുക്കാൻ യാതൊരു മാർഗവുമില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ചിലപ്പോ എന്റെ അച്ഛനും അപ്പൂപ്പന്റെ അപ്പൂപ്പനും ആയിരിക്കും ചിലപ്പോൾ വഖഫിന് ദാനം ചെയ്തിരിക്കുന്നത്. പിന്നീട് വരുമ്പോൾ നമ്മുടെ തലമുറയുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ സ്ഥലമാണ്, നമുക്ക് അവകാശപ്പെട്ട സ്ഥലമാണ് ഈ വഖഫ് ബോർഡിന് കയ്യിരിക്കുന്നത്, അത് തിരിച്ചു വേണം എന്ന് അവർക്ക് ആവശ്യപ്പെട്ടാലും പോകാൻ വകുപ്പില്ല. അങ്ങനെയുള്ളവരുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ബോർഡിന്റെ കയ്യിൽ നമ്മുടെ മുനമ്പത്തൊക്കെ സംഭവിച്ചതുപോലെ, മുനമ്പത്ത് വഖഫ് ബോർഡിന്റെ കയ്യിൽ നിന്നല്ല വാങ്ങിയത്, അത്തരം ഭൂമികൾ പണം കൊടുത്ത് വാങ്ങിയിട്ട് താമസിക്കുന്നവരുണ്ട്. പണം കൊടുത്ത് വാങ്ങി കഴിയുമ്പോൾ രേഖകളൊക്കെ കൊടുക്കും. അപ്പൊ അവർ കരുതും ശരി ഇത് നമ്മുടെ ആണല്ലോ. കഴിയുമ്പോൾ വകുപ്പോട് പറയും നിങ്ങളുടെ അല്ല, ഇറങ്ങിത്തരണം എന്ന് പറയും.
എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് വാടക ഈടാക്കുന്നുണ്ട്. അത് നമ്മുടെ വാരണാസിയിലടക്കം ഉത്തർപ്രദേശിലടക്കം ഇത് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വഖഫ് ബോർഡിന്റെ കൊണ്ട് ഇത് ഏത് തരം മുസ്ലിങ്ങളെയാണ് ഇത് ബാധിക്കുക എന്ന് ചോദിച്ചാൽ പസ്പന്ത മുസ്ലിംസിനെയാണ് ഇത് ബാധിക്കുന്നത്. അതായത് മുസ്ലിംസിലെ പിന്നോക്ക വിഭാഗത്തിനെയാണ് ബാധിക്കുന്നത്. എവിടെയും ഈ അപ്പർ ക്ലാസ് ആയിട്ട് നടക്കുന്നവർ എപ്പോഴും റോയൽ ലൈഫ് തന്നെയായിരിക്കും. ഈ കേരളത്തെ സംബന്ധിച്ച് ഇത് പറഞ്ഞ ആർക്കും മനസ്സിലാകാത്തതിന്റെ കാര്യം ഇവിടെ ഒരു സുന്നി വിഭാഗമാണ്. ഇവിടെ കിടക്കുന്ന മുസ്ലിങ്ങൾ ഒരു ബഹുഭൂരിപക്ഷം പേരും മിനിമം സമ്പത്തുള്ളവർ തന്നെയാണ്. അതായത് ഒരു ജീവിത NRI. നിലവാരം NRI എന്ന് മാത്രമല്ല മിനിമം ഒരു ജീവിത നിലവാരമുള്ളവരാണ്. പക്ഷെ നമ്മൾ യുപിയിലും ബീഹാറിലൊക്കെ പോയ വളരെ ബിലോ ആവറേജിൽ കിടക്കുന്ന ആളുകളുണ്ട്. ഈ പസ്പന്ത മുസ്ലിംസ് എന്ന് പറഞ്ഞൊരു വിഭാഗം മുസ്ലിങ്ങളുടെ തന്നെ മുഖ്യധാരയിലേക്ക് അവരെ എത്തിക്കാറില്ല. ആ ഒരു ദളിത് വിഭാഗം ഈ മുസ്ലിങ്ങൾ. വഖഫിന്റെ ഒരു ദളിത് മുസ്ലിങ്ങൾ, ദളിത് മാത്രമല്ല മറ്റു പിന്നാക്ക മുസ്ലിങ്ങളും ഉണ്ട് അതിൽ. അപ്പം അവര് ഈ വഖഫിന്റെ ഒരു കരാള ഹസ്തത്തിന്റെ പിടിയിലാണ്. അതിൽ നിന്ന് അവർക്ക് മോചനം വേണം. കാരണം BJP കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് ഈ പസ്മന്ത മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ പ്രൊജക്ടുകൾ തയ്യാറാക്കി പ്രവർത്തനം നടത്തിക്കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് അവരിപ്പോ ഈ മിൽക്കിപ്പൂർ അടക്കമുള്ള മുസ്ലിം മേഖലകളിലൊക്കെ അവർ ജയിച്ച് കയറുന്നതിന്റെ പ്രധാന കാര്യം എന്നാണ്. അതായത് മുമ്പ് നമ്മൾ മുസ്ലിം മലയാളം ചെയ്ത വാർത്തകളുണ്ട്. അതായത് ഈ പസ്മന്ത മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ നേരിട്ട് ചെയ്തു കൊടുക്കുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് തങ്ങൾക്ക് ഇത്രയും ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തങ്ങളുടെ നേതാക്കൾ തങ്ങളെ പറ്റിച്ച് അതൊക്കെ അവര് കൈക്കലാക്കുകയായിരുന്നു എന്നൊരു തോന്നൽ അവർക്ക് വരികയും അങ്ങനെ പലയിടങ്ങളിലും പല മുസ്ലിം ഭൂരിപക്ഷ ഇടങ്ങളിൽ ഈ പസ്മന്ത മുസ്ലിങ്ങൾ കൂട്ടത്തോടെ തന്നെ BJPയിലേക്ക് എത്തുന്നതിന് കാരണമായി. ഈ വഖഫ് ബില്ല് വോട്ടെടുപ്പിന്റെ അന്ന് നാഷണൽ മീഡിയാസ് എല്ലാം സംപ്രേഷണം ചെയ്തിരുന്ന ലൈവ് ഉണ്ടായിരുന്നു. അതിൽ മുസ്ലിം സ്ത്രീകൾ വലിയ രീതിയിൽ മോദിജിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ ബാനറൊക്കെ എഴുതി പറ്റാടൊക്കെ എന്തെങ്കിലും വലിയ രീതിയിലുള്ള ഒരു പ്രകടനം നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് അവർ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടെ ഒരു കിടപ്പാടം സ്വന്തമാകണമെന്ന് തന്നെയാണല്ലോ ആഗ്രഹം. കിടപ്പാടം ആരും കൊണ്ടുപോകുന്ന ആരും ആഗ്രഹമില്ല. അതിന്റെ മുകളിൽ എത്ര മതം ഉണ്ടെങ്കിലും എത്ര ജാതി ഉണ്ടെങ്കിലും എത്ര രാഷ്ട്രീയം ഉണ്ടെങ്കിലും അതെല്ലാം കിടപ്പാടത്തിന് താഴെ വരും, മുകളിലേക്ക് വരില്ല. കിടപ്പാടമാണ് ഏത് മനുഷ്യന്റെയും ഏറ്റവും വലിയ പ്രശ്നം. അപ്പം അതൊരു വലിയ വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം വിഭാഗത്തിനിടയിൽ ഒരു വലിയ പൗരത്വ ഭേദഗതി നിയമം വന്നതുപോലത്തെ ഒരു പ്രതിഷേധം ഉണ്ടാകില്ല എന്ന് BJP കൃത്യമായി തന്നെ അറിയാമായിരുന്നു. ആ കൃത്യമായി തന്നെ അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവര് ഇതിനകത്തോട്ട് വളരെ എളുപ്പത്തിലേക്ക് ചുവടുവെച്ചത്. അത് മാത്രമല്ല, ധനുഷ് പറഞ്ഞത് വളരെ കറക്റ്റായ കാര്യമാണ്. ബീഹാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടത്തെ ഭരണകക്ഷിയായ JDU ആണ് BJP സപ്പോർട്ട് ചെയ്തത്. ഈ JDU നിതീഷ് കുമാറിന്റെ ഒരു പിൻബലം എന്ന് പറയുന്നത് മുസ്ലിം വോട്ട് ബാങ്ക് തന്നെയാണ്. അദ്ദേഹം അവിടെയുള്ള 12% മുസ്ലിങ്ങളുടെ 7% വോട്ടുകൾ കൂടി അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ലഭിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അതിന് കാരണവുമുണ്ട്, സത്യവുമാണത്. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടികൾ ജയിക്കുന്ന പല മണ്ഡലങ്ങളും മുസ്ലിങ്ങൾക്ക് നിർണായക റോളുള്ള മണ്ഡലങ്ങളുമാണ്. അവിടത്തേക്കാണ് കഴിഞ്ഞ തവണ ഈ ലല്ലുവും സംഘവും കടന്നു കയറുകയും തേജസ്വി യാദവ് അടക്കം അവിടെ നിന്നൊക്കെ ജയിച്ചു കയറുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ സീറ്റുകൾ ഇത്തവണയും പൊരിഞ്ഞ പോരാട്ടം തന്നെ നടക്കും. പക്ഷേ ഇതൊരു വിഷയം എന്ന് വെച്ചാൽ ഇത് മുസ്ലിം വിരുദ്ധമാണ് എന്നുള്ളൊരു നരേഷനിലേക്ക് ഇത് വരില്ല. ഈ വഖഫ് ബില്ല്, ഈ വഖഫിന്റെ പ്രശ്നം ഈ പൗരത്വ ഭേദഗതി സമരം വന്നപ്പോൾ പറഞ്ഞത് മുസ്ലിങ്ങളെ മുഴുവൻ അടിച്ചിറക്കാനാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ സ്വത്ത് പിടിച്ചെടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ഈ പസ്മന്ത എടുത്ത് ചെല്ലാൻ പറ്റത്തില്ല ഈ മുസ്ലിം സംഘടനാ നേതാക്കൾക്ക്. കാരണം അവര് പറയും നിങ്ങളല്ലേ ഇത്ര നാളെ ഞങ്ങൾ വസ്തു പിടിച്ചെടുത്തോണ്ടിരുന്നത്, അതിൽ നിന്ന് അവര് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് റിലീസ് ചെയ്ത് തന്നപ്പോൾ നിങ്ങളിപ്പോ പറയും ഞങ്ങളെ വസ്തു പിടിച്ചെടുക്കാൻ ഓടിക്കോ മാരെ കണ്ടപ്പോഴേ. അത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവര് വലിയ പ്രതിഷേധം വന്നു. കേരളത്തിൽ SDPI ഒക്കെ പറഞ്ഞില്ലേ വഖഫ് ഇവിടെ പാസ്സാകുകയാണെങ്കിൽ ഇന്ത്യ കത്തും, അത് കത്തും, ഇത് കത്തും. ഇന്നിപ്പോ ഞാൻ കണ്ടത് ആകെ മലപ്പുറത്ത് ഒരു കത്തിൽ മാത്രമേ ഉള്ളൂ. 4 പേരുടെ വീട്ടിൽ NIA കയറി റെയ്ഡ് നടത്തിയിട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് SDPIക്കാരുടെ വീട്ടിൽ. അപ്പം ഇത് കത്തില്ല എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ഇത് കത്തില്ല. കാരണം ആ സമുദായത്തിന്റെ ഇടയ്ക്ക് തന്നെ ഇതിന്റെ ഒരു ക്രൂരതയുടെ ഇരയായിട്ടുള്ള 9,964 പേര് കേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുക്കാൻ കഴിയാത്ത എത്രയോ പാവങ്ങൾ ഉണ്ടായിരിക്കും, ആയിരക്കണക്കിന് പാവങ്ങൾ ഉണ്ടായിരിക്കും. ഇതിന്റെ സജഷൻ തന്നെ വന്നു 97 ലക്ഷം സജഷൻസ് ആണ് വന്നത്. ഈ പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ വെബ്സൈറ്റിലൂടെ ഇത് പുറത്തുവിട്ടപ്പോൾ 97 സജഷൻസ് വന്നിരുന്നു. അപ്പം ഇത് വലിയ രീതിയിൽ കത്താൻ ഇടയില്ല. അത് മാത്രവുമല്ല, നിതീഷ് കുമാർ അങ്ങനെ പെട്ടെന്ന് കണ്ണും പൂട്ടി BJP വഖഫ് ബില്ലൊന്നും സപ്പോർട്ട് ചെയ്തതൊന്നും അല്ല. അദ്ദേഹം അതും നമ്മൾ തന്നെ വാർത്ത ചെയ്തു. അദ്ദേഹം അതിന് മുമ്പ് തന്നെ ബീഹാറിലെ മുസ്ലിം മതപണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി മീറ്റിംഗ് നടത്തിയിരുന്നു. അവരുടെ ആശങ്കകൾ അദ്ദേഹത്തിനെ ധരിപ്പിച്ചു. ആ ആശങ്കകൾ അദ്ദേഹം ക്ലിയർ ചെയ്ത് കൊടുത്തു. അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക അദ്ദേഹമായിരുന്നില്ല ക്ലിയർ ചെയ്ത് കൊടുത്തത്, കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അത് ക്ലിയർ ചെയ്ത് കൊടുത്തിരുന്നു. ഈ നേതാക്കളെയൊക്കെ ഈ നിതീഷ് കുമാർ ഡൽഹിയിൽ എത്തിച്ച് കിരൺ റിജ്ജു അടക്കമുള്ള നേതാക്കന്മാരോട് സംസാരിപ്പിച്ചിരുന്നു. അതിനകത്ത് അവർ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഞങ്ങളുടെ ഈ പള്ളികൾ അതൊക്കെ വഖഫ് ബോർഡിന്റെ ഭൂമിയിലാണെങ്കിലും അതൊക്കെ സർക്കാർ പിടിച്ചെടുക്കുമോ എന്നുള്ളൊരു ചോദ്യം. അപ്പൊ അതിനന്ന് അദ്ദേഹം കൊടുത്തു. അതായിരുന്നു JDU മെയിനായിട്ട് JPC കമ്മിറ്റിയുടെ മുമ്പിൽ വെച്ച ഒരു പ്രധാന ആവശ്യം. ഈ മസ്ജിദുകളും ആരാധനാലയങ്ങളും അതിനോടനുബന്ധിച്ചുള്ള മദ്രസകൾ
അങ്ങനെയുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുക്കൂ, മുൻകാല പ്രാബല്യം വന്ന ഇതെല്ലാം പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉം. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതിനകത്ത് പിടിച്ചെടുക്കുന്നതല്ല എന്ന ഒരു ഉറപ്പ് കൊടുത്തു. ആ ഒരു ഉറപ്പിന്റെ പേരിൽ, കാരണം ബഹുഭൂരിപക്ഷം പേർക്കും ഈ വഖഫിന്റെ സ്വത്ത് ആരെങ്കിലും കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കും. കാരണം അവർക്ക് ഇതിന്റെ കാക്കാശിന് ഗുണം കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, അതിൽ താമസിക്കുന്നവർക്ക് പോലും അത് ഗുണം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് അതിന് വലിയ എഫക്ട് ചെയ്യാൻ സാധ്യത, കാരണം ഇത് പൗരത്വ ഭേദഗതി പോലെ കത്തിച്ചെടുക്കാൻ അല്പം പ്രയാസകരമാണ്. അങ്ങനെ പെട്ടെന്ന് കത്തില്ല. അന്ന് കൊടുത്ത നരേഷൻ നമ്മളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ്. വഖഫ് വന്നപ്പോ ഇവര് പറഞ്ഞത് നമ്മുടെ സ്വത്തൊക്കെ, മുസ്ലിങ്ങളുടെ സ്വത്തെല്ലാം പിടിച്ചെടുക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ്. പക്ഷെ അത് വലിയ രീതിയിൽ ഏക്കില്ല. കാരണം ഈ വഖഫിനോട് എതിർപ്പുള്ള ഒരു വലിയ വിഭാഗമുണ്ട്. അങ്ങനെ അവർക്കുള്ള ഒരു എതിർപ്പ് കൂടെ കണക്കൂട്ടിയിട്ടാണല്ലോ ഈ ബോർഡ് ഇപ്പൊ 4 ആക്കിയത്. മുമ്പ് ഷിയക്കും സുന്നിക്കും മാത്രമേ ബോർഡുള്ളായിരുന്നു. ഇപ്പൊ തോറകൾക്ക് ബോർഡായിട്ടുണ്ട്, അഖാദകൾക്ക് ബോർഡായിട്ടുണ്ട്. അങ്ങനെ അതിനകത്തുള്ള വിഭാഗങ്ങൾക്ക് ബോർഡുകളായിട്ടുണ്ട്. അതുപോലെ മുസ്ലിം സ്ത്രീകളുടെ ഒരു പിന്തുണയാണ് ഈ BJP കൂടുതലായിട്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് കിട്ടുന്നത്. ഇത് ബില്ല് വരുമ്പോൾ അതിനകത്ത് 2 പ്രതിനിധികളെ വരുമ്പോൾ സ്വാഭാവികമായി അതിന്റെ ഒരു ഭാഗത്തും ഉണ്ട്. അപ്പൊ അവിടെ ഇത് Correct. ഏൽക്കാനുള്ള സാധ്യതയില്ല. അതാണ് അതിന്റെ ഒരു യഥാർത്ഥ പൊളിറ്റിക്സ്. UP-യിൽ വെക്കില്ല, ഇവിടെയും വെക്കില്ല. ഈ ഒരുപക്ഷെ ഏക സിവിൽ കോഡ് വരുമ്പോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏക സിവിൽ കോഡ് വരുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ മത നിയമം അത് ചിലപ്പോൾ ഏൽക്കാൻ സാധ്യതയുണ്ട് കുറച്ചുകൂടെ. കാരണം അത് പെട്ടെന്ന് വിസിബിൾ അല്ലല്ലോ. ഇതിപ്പം ഈ വഖഫ് ബോർഡിന്റെ വഖഫിന്റെ ഭൂമി കിടക്കുകയും പട്ടയം കയ്യിലിരിക്കുകയും എന്നാൽ ഇത് വഖഫ് ബോർഡിന്റെ ആണ്, അതുകൊണ്ട് എനിക്ക് ലോൺ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എന്നെ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിലെനിക്ക് കൃത്യമായിട്ടൊരു വിവരം ഉണ്ടാകും, കാര്യമുണ്ടാകും. നേരെ മറിച്ച് ഏക സിവിൽ കോഡ് വന്നിട്ട് അതിനകത്ത് കുറെ ആർട്ടിക്കിളും കുറെ IPC അല്ലെങ്കിൽ ഭാരത് ന്യാസിന്റെ ഒക്കെ കുറെ വകുപ്പുകളും ഒക്കെ പറഞ്ഞ പാവപ്പെട്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുത്തിത്തിരിപ്പിൽ സ്കോപ്പ് ഉണ്ടാകും. ഇതിലെന്തായാലും ഇല്ല, അത് വെച്ച് പിടിക്കാൻ സാധ്യതയില്ല. താങ്ക് യു ബിച്ചേട്ടാ. താങ്ക് യു സോ മച്ച്.